ഹലോ, ഇന്ന് ഞാനേ ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈസി ആയിട്ട് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. ഞാനും ഇത് ഏതോ ഒരു വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്ന് ഒന്നുകൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. മുട്ട റോസ്റ്റും ചപ്പാത്തിയാണ് ഇന്ന്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു പാൻ വെച്ചു. എന്നിട്ട് അതിങ്ങനെ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ കറികൾക്കൊക്കെ ഭയങ്കര സ്വാദാണ്. ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കീറിയിട്ടു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞങ്ങ് ഇട്ടു. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കി കുറച്ചൊന്ന് വാടി വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് സവാള ഇട്ട് കൊടുത്തേ. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കണേ, അതായത് സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചേക്കണേ സവാള ചേർത്ത് കൊടുത്തു. ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഞാനത് ഇളക്കി ഒന്ന് സെറ്റാക്കി. സവാളയൊക്കെ കുറച്ചിങ്ങനെ വാടി വന്നു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തേ. കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി അതിൻ്റെ ഒന്നുകൂടെ ഇച്ചിരി കൂടെ നന്നായിട്ട് വഴറ്റി ഇങ്ങനെ വരുമ്പോൾ ഞാൻ അതിലേക്ക് ഇച്ചിരി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് കുഴഞ്ഞ് വന്നു കഴിഞ്ഞപ്പം ഒരു മിക്സായിട്ട് വന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു ഇത്തിരി ചിക്കൻ മസാല, ഒരു ഇച്ചിരി മല്ലിപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനത് നന്നായിട്ട് ഇളക്കി നല്ലോണം യോജിപ്പിക്കും. ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറി സവാളയും തക്കാളിയും ഇതിലെല്ലാത്തിലും അതെല്ലാം കൂടി ഒന്ന് സെറ്റായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് 1 സ്പൂണ് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇതെല്ലാം കൂടി വന്ന് കറിയൊക്കെ ഒന്ന് നല്ല സെറ്റായി വന്നു. അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ. മുട്ട പുഴുങ്ങി അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് ഞാൻ അതിലിങ്ങനെ 4 വരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ ആ മുട്ട അതിലേക്ക് ചേർത്ത് മസാലയും മുട്ടയെല്ലാം കൂടി മിക്സാക്കി കുറച്ച് നേരം ഇങ്ങനെ വെച്ച് തീയൊക്കെ ഓഫ് ചെയ്ത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് തീയൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കഴിച്ചു.